ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരു അറബിക് ഡിഷായ മദ്ഹൂത്തിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെ മദ്ഹൂത്ത് ഉണ്ടാക്കാമെന്നാണ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മദ്ഹൂത്ത് ഉണ്ടാക്കേണ്ട മസാല പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ ടീസ്പൂൺ ഏല, പട്ട, ഗ്രാമ്പു, മല്ലി, അതുപോലെ തന്നെ ചെറിയ ജീരകം, കുരുമുളക്. എൻ്റെ കയ്യിൽ കുരുമുളക് മുഴുവനായിട്ടില്ലായിട്ട് ഞാനും കുരുമുളകിൻ്റെ പൊടിയാണ് ഇതിലിട്ട് കൊടുത്തത്. അതൊന്ന് ചെറിയ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫൈനലായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയ ക്രഷോട് കൂടി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായിട്ട് വരും. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്തി മാറിയതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് 2 തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് ജസ്റ്റ് കുക്കാകുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1.5 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ചിക്കനിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലിട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മദ്ഹൂത്ത് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഒരു 20 മിനിറ്റ് കുതിർത്തിട്ട്, ബസ്മതി റൈസാണ് കേട്ടോ, കുതിർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കുക. വെറും 2 വിസിലേ വേണ്ടു. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് തണിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുക്കറൊന്ന് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ചിക്കൻ റൈസൊക്കെ വെന്ത് നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയുള്ള മദ്ഹൂത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ പ്രഷർ കുക്കറിൽ ഇതുവരെ മദ്ഹൂത്ത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.